ഒരുപാട് മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ നമ്മൾ സോഷ്യൽ മീഡിയ റിയൽ ലൈഫിലും കാണുന്നുണ്ട്. ഞാൻ വരെ മോട്ടിവേഷൻ പറയാറുണ്ട്. പക്ഷേ ശരിക്കും ആരെ കണ്ടാണ് നമ്മൾ മോട്ടിവേറ്റ് ആവേണ്ടത്? ഈ വീഡിയോ കാണുന്ന നീയും ഞാനടക്കമുള്ളവർ ജനിച്ചത് മുതൽ സ്വന്തം കാലിൽ നിൽക്കുന്നത് വരെ ഒരു മിഠായി, കളിപ്പാട്ടം, ഡ്രസ്സ്, വണ്ടി, ഫോൺ, അതല്ലെങ്കിൽ സ്കൂൾ മുതൽ നമ്മളെ കോളേജ് വരെ പഠിപ്പിച്ച നമ്മളെ മാതാപിതാക്കൾ, നമ്മളെ പ്രിയപ്പെട്ട കുടുംബക്കാർ, നമ്മൾ നല്ല മനസ്സുള്ള കൂട്ടുകാർ, അല്ലെങ്കിൽ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ലൈഫിന് വേണ്ടി, നമ്മളായിട്ട് തുടങ്ങേണ്ട ഒരു ഫാമിലിക്ക് വേണ്ടി നമുക്ക് സ്വയം മോട്ടിവേറ്റ് ആവാം. ശരിയാണ്, നിൻ്റെ ലൈഫിലെ ഹീറോ നീ തന്നെയാണ്. നിൻ്റെ ഇഷ്ടങ്ങളും നിൻ്റെ സന്തോഷവും നിൻ്റെ സമാധാനത്തിനൊക്കെ നീ വാല്യൂ കൽപ്പിക്കാൻ തന്നെ വേണം. പക്ഷെ നിന്നെ നീയാക്കി മാറ്റിയ നമ്മളുടെ പ്രിയപ്പെട്ട മനുഷ്യർ, നമ്മളെ മാതാപിതാക്കൾ, നമ്മളെ കുടുംബക്കാർ, നമ്മളെ സുഹൃത്തുക്കൾ, അവരെ കണ്ടല്ലേ ആക്ച്വലി നമ്മൾ മോട്ടിവേറ്റ് ആവേണ്ടത്. ഒരു പ്രശ്നത്തിൽ പെട്ടുകഴിഞ്ഞാൽ ഓടി വന്ന് നമ്മളെ രക്ഷിക്കാനുള്ളവർ, ഒരു പൈസക്ക് ബുദ്ധിമുട്ട് വന്നാൽ അപ്പം തന്നെ നമുക്ക് പൈസ അയച്ച് തരുന്നവർ, അവരെ കണ്ടല്ലേ നമ്മൾ മോട്ടിവേറ്റ് ആവേണ്ടത്. അവർക്ക് വേണ്ടി നമ്മൾ മോട്ടിവേറ്റ് ആവേണ്ടത് ആക്ച്വലി. സോ എനിക്ക് പറയാനുള്ളത്, നിൻ്റെ ലൈഫിൽ നീ ഹീറോ നീ ആയിരിക്കും, പക്ഷെ ആ ഹീറോയായ നിന്നെ നീയാക്കി മാറ്റിയ മനുഷ്യരെ അവരെ മറന്നുകൊണ്ട് നീ ഒന്നും ചെയ്തു. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് വന്ന് പലതും പറയുന്നുണ്ടാവും, പക്ഷെ നിൻ്റെ ലൈഫിലെ റിയൽ മോട്ടിവേഷൻ അവരൊക്കെയാണ്. പിന്നെ എനിക്കൊന്നേ പറയാനുള്ളൂ, സാക്രിഫൈസ്. ഇഫ് ദർ ഈസ് നോ സാക്രിഫൈസ്, ദർ ഈസ് നോ ലവ് ബ്രദർ. ഒന്നും തന്നെ തയ്ക്കാതെ ഒരു ഇഷ്ടം പോയിട്ട് ഒരു തേങ്ങ ഉണ്ടാക്കാൻ പറ്റില്ല. സോ ഒന്നും തന്നെ നേടാനും കഴിയില്ല. വിത്തൗട്ട് സാക്രിഫൈസ് യു കാൺ ഗെറ്റ് എനിത്തിങ്. സോ മോട്ടിവേറ്റ് ആവണം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി. ഓക്കെ, ഗെറ്റ് അപ്പ്.